കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ അടച്ച വിമാനത്താവളം തുറന്നു. ഇതോടെ കൂടുതൽ വിമാനങ്ങൾ കൊച്ചിയിലേക്ക് സർവീസ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിലെ T1 ടെർമിനലിന് നേരെയുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ അടച്ച വിമാനത്താവളം വീണ്ടും തുറന്നു. ഇതോടെ കൂടുതൽ വിമാനങ്ങൾ കൊച്ചിയിലേക്ക് സർവീസ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. കുവൈറ്റ് കൊച്ചി സർവീസ് നടത്തുന്ന ജസീറ എയർവേസ്, ബഹ്റൈൻ കൊച്ചി സർവീസ് നടത്തുന്ന ഗൾഫ് എയർ വിമാനം, കുവൈറ്റ് എയർവേസിന്റെ കുവൈറ്റ് കൊച്ചി വിമാനം എന്നിവയ്ക്കും മുടക്കമുണ്ടാകില്ലെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. കുവൈറ്റ് എയർവേസിന്റെ കാലതാമസം ഒഴിച്ചാൽ സർവീസ് മുടക്കമുണ്ടാകില്ലെന്നും വിമാന കമ്പനി അറിയിച്ചു. അതേസമയം വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ കടുത്ത നിലപാടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധമടക്കം വിച്ഛേദിക്കുന്ന കടുത്ത തീരുമാനത്തിലേക്കാണ് കുവൈറ്റ് എത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മാത്രമല്ല, രാജ്യത്തുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞൻ 24 മണിക്കൂറിനകം കുവൈറ്റ് വിടണമെന്ന് കുവൈറ്റ് സർക്കാർ ആവശ്യപ്പെട്ടു. കുവൈറ്റിന് നേരെ തുടരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കടുത്ത നയതന്ത്ര നടപടി കുവൈറ്റ് സ്വീകരിക്കുന്നത്. ഇതിനിടെ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് GCC കൂട്ടായ്മയും രംഗത്തെത്തി. കുവൈറ്റിൽ അമേരിക്കൻ ഡ്രോൺ സംഭരണ കേന്ദ്രത്തെയാണ് ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി. അലി അൽ സലീം എയർബേസിൽ വിമാനങ്ങളെയും ലക്ഷ്യമിട്ടുവെന്നും ഇറാൻ അറിയിച്ചു. ഇതിനിടെ മിസൈൽ ആക്രമണ ദൃശ്യം പകർത്തിയ ഒരാൾ കുവൈറ്റിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾ വീഡിയോ എടുക്കുന്നതിനിടയിൽ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.